ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി താബിഈ പണ്ഡിതനാണ്, വലിയ ആലിമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് നിങ്ങൾക്കറിയില്ലേ? ലൻ തമസ്സന്നാറ മൻ റആനി വലാ മൻ റആ മൻ റആനി. എന്നെ കണ്ടവനെയും എന്നെ കണ്ടവനെയും നരകം തൊടില്ല. ശഫീഉനാ റസൂലുള്ളാഹി. എന്നെ കണ്ടവൻ രണ്ടുപേരെയും നരകം തൊടൂല എന്നവൻ. ആ പ്രയോഗം നരകത്ത് കടക്കൂല എന്നല്ല, നരക അവനെ തൊടൂല. അതിനൊരു കൂടുതൽ പവർ ഉണ്ടല്ലോ ആ വാക്കിന്. നരകത്തിൽ കടക്കൂല എന്നതിന് പോലെയല്ല, നരക അവനെ തൊടൂല അല്ലെ നമ്മൾ സാധാരണ പ്രയോഗിക്കുന്ന പ്രയോഗം തന്നെയാണ്. നീ എന്നെ തല്ലില്ല എന്ന് പറയും പോലെയല്ല, ഈ എന്നെ തൊടൂല എന്ന് പറയും അല്ലെ. അത് രണ്ടും മാറ്റമുണ്ട്. നരകം തൊടൂല. റസൂലുള്ളാഹിനെ കണ്ടവനെയും റസൂലുള്ളാഹിനെ കണ്ടവനെയും. അപ്പൊ സ്വഹാബിമാരും താബിഈങ്ങളും ഒരാളും എവിടെ ഇല്ല എന്നർത്ഥം, നരകത്തില് ഇല്ല. അത് ഉറപ്പല്ലേ? ഈമാനുള്ള മുഅ്മിനീങ്ങൾക്ക് ആ കാര്യം ഉറപ്പല്ലേ? ഹദീസ് ശരിയാവണം, റസൂലുള്ളാഹിന്റെ ഹദീസ് ശരിയാണെന്ന് വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് ആ കാര്യം ഉറപ്പല്ലേ? ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു സഹാബി മൗലിദ് ഓതിയിട്ടുണ്ട്, റസൂലുള്ളാഹി അഭിനന്ദിച്ചിട്ടുണ്ട്, മറ്റു സഹാബത്തുകളൊക്കെ അതിനെ വെച്ചിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്ക്. താബിഈങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറയാണ്, എന്നാ ഹസനുൽ ബസ്രി ഏത് നൂറ്റാണ്ടിലാ ജീവിച്ചത്? ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു താബിഈയാവുമ്പോൾ തന്നെ അവിടെ തൊട്ടടുത്ത് തന്നെയാണ് റെഡി അല്ലെ, 2-ാം നൂറ്റാണ്ടിലാണ്. 300-ന്റെ ശേഷം അത് വന്നത് എന്ന് പറയുന്നുണ്ടല്ലോ അല്ലെ, അങ്ങനെ പറയല്ലേ? ഹിജ്റ 300-ന്റെ ശേഷം വന്നതാണ്. ഹിജ്റ 300-ന്റെ ശേഷം വന്നതാണ്. ഈ ഹിജ്റ 300-ന്റെ ശേഷം വന്നൂന്ന് തഴവ ഉസ്താദ് പറഞ്ഞ ആ വരികളാണ്. അത് സാധാരണ അങ്ങനെ പാടി പറയും. അതെന്താ? മുദഫർ രാജാവ് ഉണ്ടാക്കിയ ഗംഭീര മൗലിദിനെ പറ്റിയാണ് ആ പറഞ്ഞത്. മൗലിദിന്റെ രൂപവും ശൈലിയും മാറി, അത് ഗംഭീരമായ അദ്ദേഹം, അതിനെ പറ്റിയാണ് ആ പറഞ്ഞത്. ഇത് ഹസനുൽ ബസ്രിയുടെ വാക്ക് കേട്ടോളൂ. ഹസനുൽ ബസ്രി ഏത് കാലക്കാരനാ? ഹിജ്റ 110-ൽ മരിച്ചയാളാ, വഫാത്തായ ആളാ. ഹിജ്റ 110-ൽ വഫാത്തായി എന്ന് പറയുമ്പോ 2-ാം നൂറ്റാണ്ടല്ലേ? 110 പറയുമ്പോ 2-ാം നൂറ്റാണ്ടല്ലേ? 2-ാം നൂറ്റാണ്ടിൽ വഫാത്തായ ഹസനുൽ ബസ്രി പറഞ്ഞ ഒരു വാക്ക്, വദിത്തു ലൗ കാന ലീ മിസ്ലു ജബലി ഉഹുദിൻ ദഹബൻ. എനിക്ക് ഉഹുദ് മലയോളം സ്വർണമുണ്ടായിരുന്നുവെങ്കിൽ. 6 കിലോമീറ്റർ നീണ്ടുകിടക്കുന്ന ഉഹുദ് മല കണ്ടവരായിരിക്കും അധിക പേരും. ഈ ഇരിക്കുന്നവരൊക്കെ മദീനത്ത് പോകാത്തവരിപ്പോ കുറവായിരിക്കും അല്ലെ. അവിടെ പോകുമ്പോ ഉഹുദിൽ പോകുമ്പോ കാണാം, ഉഹുദ് ആ ശുഹദാക്കളുടെ തൊട്ടടുത്ത് തന്നെ നീണ്ടു കിടക്കുന്ന ഒരു വലിയ മല, അതാണ് ഉഹുദ് മല. അത് മുഴുവനും സ്വർണ്ണാകുക എന്ന് പറഞ്ഞാൽ എന്തിനാണ് അല്ലേ? ഇപ്പൊ ഈ കാണുന്ന പീഠം സ്വർണ്ണമായിട്ട് കിട്ടിയാൽ എനിക്കും വേറെന്തേലും വേണോ അല്ലെ? അവിടെ നമ്മൾ ചിന്തിക്കാൻ, ഈ കാണുന്ന പീഠം സ്വർണ്ണമായിട്ടാണ് കൈ കിട്ടണേ, നമുക്ക് ഇതുപോലെ ജീവിക്കാനും അടിച്ചു പൊളിച്ച് ജീവിച്ചൂടെ? അവിടെയാ പറയുന്നത് ഉഹുദ് മലയോളം സ്വർണം അള്ളാഹു എനിക്ക് തരികയാണെങ്കിൽ, എനിക്ക് കൊതിച്ചുപോയി. ഉണ്ടാവുകയാണെങ്കിലൊന്നുമല്ല, വദിത്തു, ഞാൻ കൊതിച്ചുപോയി, ഞാൻ കൊതിച്ചുപോയി. അൻ തകൂന ലീ അൻ യകൂന ലൗ കാന ലീ മിസ്ലു ജബലി ഉഹുദിൻ ദഹബാ. ഉഹുദ് മലയോളം സ്വർണ്ണം എന്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചുപോയി. ലഅൻഫഖ്തുഹു അലാ ഖിറാഅത്തി മൗലിദി റസൂലില്ലാഹ്. ഉഹുദ് മലയോളം സ്വർണം എന്റെ കയ്യിലുണ്ടെങ്കിൽ അത് മുഴുവനും റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാൻ, മൗലിദ് ഓതാൻ ഞാൻ ചെലവാക്കുമായിരുന്നു. അല്ലെ? നമ്മുടെ ഈ സദസ്സിൽ ഒരുപാട് ആളുകളുണ്ട് ഗംഭീരമായിട്ട് മൗലിദ് കഴിക്കുന്നവർ, വലിയ തോതിൽ മൗലിദ് കഴിക്കുന്നവരുണ്ട്. ലക്ഷ ഒരു പേടിയും പേടിക്കണ്ട. നിങ്ങളുടെയൊക്കെ ബറക്കത്തിന്റെ രഹസ്യം അത് തന്നെയായിരിക്കും, യാതൊരു സംശയവുമില്ല. ഹസനുൽ ബസ്രിയായി പറയുന്നു, ഉഹുദ് മലയോളം സ്വർണം എന്റെ കയ്യിലുണ്ടെങ്കിൽ ഒരു സാധനം അതിന് ഞാൻ ബാക്കി വെക്കില്ല, മുഴുവനും മൗലിദ് കഴിക്കാൻ വേണ്ടി ഞാൻ ചെലവഴിച്ചിട്ടുണ്ടാകും. ഇനി കേൾക്കണോ നിങ്ങൾക്ക്? ജുനൈദുനിൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറയുകയാണ്,
മൻ ഹദറ മൗലിദർ റസൂലി വഅള്ളമ ഖദ്റഹു ഫഖദ് ഫാസ ബിൽ ഈമാൻ. ഒരാള് റസൂലുള്ളാഹിന്റെ മദ്ഹോതുന്ന മൗലിദോതുന്ന സദസ്സിൽ പങ്കെടുത്ത് അതിനെ ബഹുമാനിക്കേണ്ടതുപോലെ ബഹുമാനിച്ചാൽ വഅള്ളമ ഖദ്റഹു, മൗലിദിന്റെ നിലവാരത്തെ മാനിച്ചാൽ. സമയമല്ല, പറയാൻ സമയമല്ല, മൗലിദ് വലിയൊരു ആരാധനയാണ്. ജുനൈദുൽ ബഗ്ദാദി പറയുന്നത് മൗലിദിന്റെ മജ്ലിസിൽ പങ്കെടുക്കണമെന്ന് മാത്രമല്ല, മൗലിദിന്റെ ഖദറിനെ ബഹുമാനിക്കാനും തയ്യാറാവണം. ഞാൻ വിനീതമായി പറയാണ്, നിങ്ങൾക്ക് എത്ര പേർക്ക് ദഹിക്കുന്ന എനിക്കറിയില്ല. മൗലിദ് അതങ്ങേയറ്റം ആദരിച്ച് ബഹുമാനിച്ച് നടത്തേണ്ട ഒരു ഇബാദത്താണ്. ആ ബഹുമാനം കളഞ്ഞു കുളിച്ച് അതൊരു പാട്ട് കച്ചേരിയായി പോകുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. വെറുതെ പറയല്ല, ചിലപ്പോഴൊക്കെ വിഷമം തോന്നിപ്പോകാറുണ്ട്. ചില കോപ്രായങ്ങൾ കാണുമ്പോൾ വളരെ ഗൗരവത്തോടെ ആലോചിക്കേണ്ടതാണ്. പാടണം, പറയണം, ഇത് പാടുകയും ചെയ്യാം, പറയുകയും ചെയ്യാം. പക്ഷെ അതിലൊക്കെ ബഹുമാനം നിലനിർത്താൻ ശ്രമിക്കണം. ബഹുമാനം നിലനിർത്താൻ ശ്രമിക്കണം. പിടുത്തം വിട്ട രീതികൾ ഇത് ശരിയല്ല. ഇത് നമ്മൾ പ്രത്യേകം ആലോചിക്കേണ്ടതാണ്. മഹാന്മാര് പഠിപ്പിച്ച മൗലിദോദാൻ പഠിപ്പിച്ച ആ ഒരു റൂട്ട് നല്ല സന്തോഷത്തിൽ, അത് നല്ല റാഹത്തിൽ ഇഖ്ലാസോടെ ചൊല്ലാൻ നമ്മൾ മുന്നോട്ട് വരണം. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പരാജയവും വരാനില്ല. ഒരുപാട് നേട്ടങ്ങളെ അതുവഴി കിട്ടാനുള്ളൂ എന്ന കാര്യം ഉറപ്പാണ്. അപ്പൊ മൗലിദിന്റെ സദസ്സിൽ പങ്കെടുക്കുകയും ആ മൗലിദിന്റെ ബഹുമാനം അത് ശരിക്ക് കീപ്പ് ചെയ്യുകയും ചെയ്താൽ അതിന്റെ ബഹുമാനം ശരിക്ക് കീപ്പ് ചെയ്യുകയും ചെയ്താൽ ഫഖദ് ഫാസ ബിൽ ഈമാൻ, അവൻ ഈമാൻ നേടിയവനാണ്, അവൻ വിജയിച്ചവനാണ്. അപ്പൊ മൗലിദിന്റെ സദസ്സിൽ പങ്കെടുക്കുമ്പോൾ അതിനെ ബഹുമാനിക്കും വേണം. ഇത് രണ്ടും ചെയ്താൽ ഈമാൻ പരിപൂർണമായി. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട മഅറൂഫുൽ ഖർഹി റളിയല്ലാഹു അൻഹു മഹാനവർകൾ പറയുന്നു, മൻ ഹയ്യ അലി അജ്ലി ഖിറാഅത്തി മൗലിദിർ റസൂലി തആമ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് ഓതാൻ വേണ്ടി ഒരാൾ ഭക്ഷണം ഉണ്ടാക്കി. വജമഅ ഇഖ്വാന, കൂട്ടുകാരെയൊക്കെ വിളിച്ചുകൂട്ടി. വഔഖദ സിറാജ, ലൈറ്റുകളുടെ തോരണങ്ങൾ തൂക്കി. വലബിസ ജദീദ, പുതിയ ഡ്രസ് ധരിച്ചു. ഞാനിതൊക്കെ വിശദമായിട്ട് പറയണമെന്ന് കരുതിയിരുന്നതാണ്. 8 മണിക്ക് നിർത്തണം, നമുക്ക് മൗലിദും കൂടെ ഓതാം. അപ്പൊ അതുകൊണ്ട് അവസാനിപ്പിക്കാം, ഇനി 5 മിനിറ്റേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് വിശദമായിട്ട് പറയണമെന്ന് കരുതുന്നു. മീലാദുൻ നബിക്ക് ഒരു പുതിയ ഡ്രസ്. മീലാദ് ഘോഷയാത്രയിൽ നിൽക്കേണ്ടത് അന്ന് പുതിയ ഡ്രസ് ഇട്ടിട്ടാണ്. മദീനത്തേക്ക് ചെല്ലുമ്പോ നമ്മൾ പുതിയ ഡ്രസ് ഇട്ടിട്ടാ പോകലല്ലേ? മദീനത്തേക്ക് ചെല്ലുമ്പോ നമ്മൾ പുതിയ ഡ്രസ് ഇട്ടിട്ടല്ലേ പോകല്? എന്നതുപോലെ അള്ളാഹുവിന്റെ റസൂല് ജനിച്ചു വീണ ദിവസം തീർച്ചയായിട്ടും അന്നൊന്ന് ആഘോഷിക്കാനായി പുതിയ ഡ്രസ് അണിയണം. വലബിസ ജദീദൻ, എന്റെ വാക്കല്ല, മഅറൂഫുൽ ഖർഹി റളിയല്ലാഹു അൻഹു, അന്ന് പുതിയത് ധരിക്കണം. വതഅത്തറ വതജമ്മല, അത്തർ പൂശി അണിഞ്ഞൊരുങ്ങി. അന്ന് നല്ല അത്രയൊക്കെ പൂശി നല്ല ആ സൗന്ദര്യം ഉണ്ടാക്കി അണിഞ്ഞൊരുങ്ങി. തഅളീമൻ ലിമൗലിദിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ ജന്മദിനത്തെ ബഹുമാനിച്ചുകൊണ്ട് ഇങ്ങനെ ആരെങ്കിലും ചെയ്താൽ ഹശറഹുല്ലാഹു യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ ഈ മൂമിനായ മനുഷ്യനെ, ഈ പാവം മനുഷ്യനെ അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടുക മഅൽ ഫിർഖത്തിൽ ഊലാ, ഒന്നാം ബാച്ചിന്റെ കൂടെയാണ്. അതായത് പരലോകത്ത് സലാമത്ത് കിട്ടുന്ന കക്ഷികളുടെ കാറ്റഗറി തിരിച്ചിട്ടുണ്ട് അല്ലാഹു. അതിൽ ഫസ്റ്റ് കാറ്റഗറിയിലാണ് ഇയാൾ ഉണ്ടാവുക, അല്ലെ? മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, 4 കാറ്റഗറിയാ രക്ഷപ്പെടുന്നവർ.
പരലോകത്ത് രക്ഷപ്പെടുന്നവർക്ക് 4 കാറ്റഗറിയാ പടച്ചോൻ പറഞ്ഞത്. 1 മിനൻ നബിയ്യീൻ, 2 വസ്സുദ്ദീഖീൻ, 3 വശുഹദാ, 4 വസ്സാലിഹീൻ. വളരെ കറക്റ്റ് ആണ്. ഒരു നബിയും സിദ്ദീഖല്ല. സിദ്ദീഖ് ഒരിക്കലും നബിയാകൂല. അങ്ങനെയാണ്. നബി തന്നെയാണ്, അത് മുന്നിലാണ്. മിനൻ നബിയ്യീൻ. പിന്നെ വസ്സുദ്ദീഖീൻ, രണ്ടാമത്തെ പവർ സിദ്ദീഖീങ്ങൾക്ക്. ഒരു ശുഹദാവും ഒരു ഷഹീദും സിദ്ദീഖിന്റെ അടുത്തേക്ക് എത്തൂല. സിദ്ദീഖ് റളിയല്ലാഹു ഷഹീദല്ലല്ലോ, അല്ലെ? സ്വാഭാവിക മരണമല്ലേ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ. എന്നിട്ടും ഉമർ റളിയല്ലാഹു ഷഹീദാണ്, ഉസ്മാൻ റളിയല്ലാഹു ഷഹീദാണ്, അലി റളിയല്ലാഹു ഷഹീദാണ്. അങ്ങനെ 10,000-കണക്കിന് സ്വഹാബത്ത് ശുഹദാക്കളാണ്. അവരെക്കാളൊക്കെ മുമ്പിൽ ആരാ? സിദ്ദീഖ് തങ്ങളാണ്. കാരണം ഈ ഷഹീദ് എന്ന് പറഞ്ഞാൽ അതൊരു നിമിഷം കൊണ്ട് കിട്ടാവുന്ന ദറജയാണ്. ഷഹീദ് എന്ന് പറഞ്ഞു ഒരു നിമിഷം കൊണ്ട് കിട്ടാവുന്ന ദറജയാണ്. സിദ്ദീഖ് അങ്ങനെയല്ല. സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളെ അങ്ങേയറ്റം സ്നേഹിച്ച് ഖൽബ് പറിച്ച് മറ്റുള്ളവരുടെ കയ്യിൽ കൊടുത്തയാളാണ് സിദ്ദീഖ്. അപ്പൊ അത് സിദ്ദീഖ് തങ്ങൾ മാത്രമാണ് അല്ല. ഖിയാമത്ത് നാൾ വരെ സിദ്ദീഖീങ്ങൾ ഉണ്ടാവും. ഖിയാമത്ത് നാൾ വരെ സിദ്ദീഖീങ്ങൾ ഉണ്ടാവും. ഓരോ പവറിനനുസരിച്ച് സിദ്ദീഖീങ്ങൾ ഉണ്ടാവും. അപ്പൊ ഈ കാറ്റഗറി ഇങ്ങനെ തിരിച്ചപ്പം 1ാം കാറ്റഗറിയിലാണ് ആരുണ്ടാകുക? റസൂലുള്ളാഹിന്റെ മൗലിദിനെ ബഹുമാനിച്ച് ഭക്ഷണം ഉണ്ടാക്കി കൂട്ടുകാരെയൊക്കെ വിളിച്ച് അത് വിതരണം ചെയ്ത് അന്ന് പുതിയ ഡ്രസ്സ് ധരിച്ച് അന്നൊന്ന് അണിഞ്ഞൊരുങ്ങി സന്തോഷം പ്രകടിപ്പിച്ച ആള് മഅൽ ഫിർഖത്തിൽ ഊലാ മിനൻ നബിയ്യീൻ. 1ാം കാറ്റഗറിയായ അമ്പിയാക്കളുടെ കൂടെയാണ് നാളെ അയാളെ ഒരുമിച്ച് കൂട്ടാൻ പോകുന്നത് എന്ന് മഅറൂഫുൽ കർഖി റളിയല്ലാഹു അൻഹു. ഇവരൊക്കെ നരകത്ത് പോയിട്ട്, ഇവരെല്ലാരും കൂടെ നരകത്തിലേക്ക് പോയിട്ട് നമ്മുടെ കേരളത്തിൽ ഒരു 4 ആള് സ്വർഗത്ത് പോവാന്ന് പറഞ്ഞാൽ പേടിയാവൂല അവർക്ക് അവിടെ നിൽക്കാം? ഒന്നാലോചിച്ചു. ഇവര് മുഴുവൻ നരകത്തിലേക്ക്, ഇവരൊക്കെ മുശ്രിക്കീൻ. എന്താണ് എന്തെങ്കിലും അന്തല്ലാത്ത വർത്താനം പറയുന്നത്? മഹാനവറുകൾ പറഞ്ഞു, മൻ ഖസദ മൗദിഅൻ യുഖറഉ ഫീഹി മൗലിദുൻ നബി, നബി തങ്ങളുടെ മൗലിദ് പാരായണം ചെയ്യുന്ന സ്ഥലം ലക്ഷ്യം വെച്ച് ഒരാൾ പുറപ്പെടുകയാണെങ്കിൽ ഫഖദ് ഖസദ റൗദതൻ മിൻ റിയാദിൽ ജന്ന, സ്വർഗ്ഗപൂന്തോപ്പിൽ ഒരു പൂന്തോപ്പിലേക്കാണ് അവൻ ലക്ഷ്യം വെച്ച് പോകുന്നത്. നാട്ടിൽ നടക്കുന്ന മൗലിദ് സദസ്സുകൾ പങ്കെടുക്കണം. ഞാൻ ഇന്ന് തുടങ്ങിയിട്ടുള്ളൂ. റബീഉൽ അവ്വൽ അങ്ങ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. 1-2 ദിവസമല്ലേ ആയുള്ളൂ. ഞാൻ പറയാണ്, ഇന്ന് മുതൽ ശ്രദ്ധിച്ചോളണം. നമ്മളെയൊക്കെ പള്ളിയിൽ, മഹല്ലത്തിലെ പള്ളികളിൽ നടക്കുന്ന മൗലിദ് സദസ്സുകളിൽ നമ്മുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും. നമ്മുടെ വീടുകളിൽ മൗലിദോദനം, പള്ളിയിൽ പോണം, വീടുകളിൽ മൗലിദോദനം. നമ്മളെ വീട്ടിൽ നടക്കുന്ന മൗലിദ്, നമ്മളെ ആരുമില്ലെങ്കിൽ നമ്മുടെ ഭാര്യ, ആ മക്കളെയൊക്കെ ഇങ്ങനെ കൂട്ടിയിരുത്തിയിട്ട് അവർ ചൊല്ലട്ടെ ഒരു ഹദീസ്, എന്നിട്ട് ജവാബ് ചൊല്ലിക്കൊടുക്കട്ടെ. അല്ലെങ്കിൽ വലിയ കുട്ടികളുണ്ടെങ്കിൽ അവർ ചൊല്ലട്ടെ, എന്നിട്ട് മറ്റുള്ളവർ കൂട്ടായിട്ട് ജവാബ് ചൊല്ലട്ടെ. ഒരു ഹദീസെങ്കിലും ഒരു ഹിക്കായത്തെങ്കിലും വായിച്ച് അതിന്റെ ഈരടികൾ ചൊല്ലി ജവാബ് ചൊല്ലി വീട്ടിൽ ബറക്കത്ത് നിലനിർത്താൻ ഓരോ സഹോദരങ്ങളും ശ്രദ്ധിക്കണമെന്ന് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പ്രത്യേകം ഉണർത്തുകയാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ.